അഥവാ നിന്റെ അടിമ സ്ത്രീ ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായെ വിട്ട് ഓടിപ്പോയി. ശ്രദ്ധിക്കുക, ഇസ്ഹാക്കിന്റെ മാതാവായ സാറായി ഹാഗാറിനോട് ക്രൂരമായി പെരുമാറി എന്നാണ് ഇവിടെ പഴയ നിയമത്തിലെ 16-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലെ ഈ പറഞ്ഞ 6 മുതൽ 5, 6, 7 വചനങ്ങളിൽ നമ്മൾ വായിക്കാൻ കഴിയും. എന്താണ് ഇസ്ലാമിക പ്രമാണം പറയുന്നത്? സഹീഹ് മുസ്ലിമിലെ 1657 ഹദീസ് എന്താ പറഞ്ഞത്? സദ്ഹാൻ അബിയമുർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എന്താ പറഞ്ഞത്? ഐ ഹേർഡ് അല്ലാഹ്സ് മെസഞ്ചർ സേ, ഹി ഹു സ്ലാപ്സ് ഹിസ് സ്ലേവ് ഓർ ബീറ്റ്സ് ഹിം, ഒരുവൻ തന്റെ അടിമയെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ദ എക്സ്പിയേഷൻ ഫോർ ഇറ്റ് ഈസ് ദാറ്റ് ഹി ഷുഡ് സെറ്റ് ഹിം ഫ്രീ. അങ്ങനെ ഒരു അടിമയോട് മോശമായി പെരുമാറിയാൽ, അവനെ ഉപദ്രവിച്ചാൽ, അവനെ തല്ലിയാൽ അതിനുള്ള പ്രത്യുപകാരം അഥവാ പ്രതിവിധി അവനെ സ്വതന്ത്രനാക്കി വിടുക എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ചിന്തിക്കേണ്ടത്, അടിമ സമ്പ്രദായം, അടിമ വ്യവസ്ഥ എന്നുള്ളത് ഒരു സാമ്പത്തിക ക്രമമായി നിൽക്കുന്ന അവസ്ഥ. അതുപോലെ അടിമകൾ പോലും ഈ നേരത്തെ പറയപ്പെട്ട ഞാനൊരു അടിമയാണ്, എനിക്ക് സ്വതന്ത്രമായ ചില കഴിവുകളുണ്ട്, ഞാൻ സ്വതന്ത്രമായ ഒരു മനുഷ്യനാണ് എന്ന ഒരു ചിന്തയും ഇല്ലാത്ത, തന്റെ ഉടമസ്ഥൻ എന്തൊന്ന് പറയുന്നോ അത് അതുപോലെ വാക്കുകൾ തെറ്റാതെ അനുസരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു അടിമയെ ഒരുവൻ തല്ലിയാൽ, ഉപദ്രവിച്ചാൽ അവനെ സ്വതന്ത്രനാക്കി വിടണം, ആ അടിമയെ സ്വതന്ത്രനാക്കി വിടുക എന്ന് പറഞ്ഞ വിഷയം.